കൂടുതൽ ശാസ്ത്രങ്ങൾ സമ്മാനിച്ചത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. സമ്പൂർണ്ണ ശാസ്ത്രഗ്രന്ഥമായ ഭഗവത്ഗീത നമുക്ക് സമ്മാനിച്ചത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. ആ ഭഗവാനോട് ചോദിക്കുകയാണ്, ശ്രീകൃഷ്ണ ഭഗവാനെ, ഈശ്വരൻ, ഹിന്ദുക്കളുടെ ഈശ്വരൻ ഇരിക്കുന്നത് എവിടെയാണ്? ഭഗവാൻ പറയുന്നു, ഈശ്വര സർവഭൂതാന ഹൃദയശേ അർജുന തിഷ്ഠതി. ഈശ്വരൻ എല്ലാവരുടെയും ഹൃദയദേശത്താണ് ഇരിക്കുന്നത്. ഈശ്വരൻ ഇരിക്കുന്ന സ്ഥലം എവിടെയാണ്? ഹൃദയദേശത്ത്. എന്തായാണ് ഈ ഹൃദയദേശത്ത് ഈശ്വരൻ ഇരിക്കുന്നത്? അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മധ്യഞ്ച ഭൂതാനമന്ത ഏവജ. ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തില് ആത്മാവായിരിക്കുന്നു. എന്തായിരിക്കുന്നു? ഭഗവാൻ ഹൃദയത്തില് ആത്മാവായിരിക്കുന്നു. നിങ്ങളെ കുട്ടികള് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഈശ്വരൻ ഇരിക്കുന്ന സ്ഥലം ഹൃദയത്തിലാണ്. എങ്ങനെ ഇരിക്കുന്നു? ആത്മാവായിരിക്കുന്നു. എന്നാൽ ഒരു ചോദ്യം വരും, ഹൃദയത്തില് ഇരിക്കുന്ന ഈശ്വരനെ ഒരു സർജറി ചെയ്ത്, ഒരു ഡോക്ടർ സഹായത്തോടു കൂടി ഒരു സർജറി ചെയ്ത് നോക്കിയാൽ അവിടെ കാണണ്ടേ ആ ഈശ്വരൻ എന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? ഈശ്വരനെ കാണാൻ പറ്റുമോ? ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനെ കാണാൻ പറ്റണ്ടേ? പറ്റുമോ? നമുക്ക് നോക്കാം. ബാലാഗ്രാശതഭാഗസ്യ ശതദാ കൽപ്പിതസ്യ ഭാഗോ ജീവതസ്സ വിജ്ഞേയേഹ സജ്ജാനാന്ത്യായ കൽപ്പതേ. ഈ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ ഒരു രോമാഗ്രത്തെ എടുത്ത് 100 ഭാഗിച്ചിട്ട് വീണ്ടും അതിലൊരെണ്ണം എടുത്ത് വീണ്ടും 100 ഭാഗിച്ചിട്ട് അതിൽ ഒരെണ്ണം എടുത്ത് എത്രയാണോ വലിപ്പം എന്ന് നോക്കിയാൽ അത്രയാണ് ഈശ്വരന്റെ വലിപ്പം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന വലിപ്പം. മനസ്സിലായോ? ഒരു രോമാഗ്രത്തെ എടുത്ത് 100 ഭാഗിച്ചിട്ട് വീണ്ടും അതിൽ ഒരെണ്ണം എടുത്ത് വീണ്ടും 100 ഭാഗിച്ചാൽ എത്രയാണോ വലിപ്പം അതാണ് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരന്റെ വലിപ്പം. അപ്പോൾ ഈശ്വരനെ സൂക്ഷ്മദർശിനിയുടെ സഹായത്താൽ നോക്കിയാൽ പോലും ഈ ഈശ്വരനെ കാണുവാൻ സാധിക്കുന്നതല്ല. എന്നാൽ ഈശ്വരൻ ഇല്ലേ? ഉണ്ട്. ഈശ്വരൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. ഈശ്വരൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കണ്ണു കാണാൻ പറ്റുന്നത്. ഈശ്വരൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഈശ്വരൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അല്ലെ? ഈ ചൈതന്യം ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഹിന്ദുവിന്റെ ഈശ്വരൻ ഇരിക്കുന്നത് അവന്റെ ഹൃദയത്തിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. ക്വസ്റ്റ്യന് ഉത്തരം മനസ്സിലായില്ല? ഈശ്വരൻ ഇരിക്കുന്നത് ഹൃദയത്തിലാണ്. എന്നാൽ പുറത്തില്ലേ? പുറത്തുണ്ട്. ആ ഭഗവാന് സർവദഃ പാണിപാദം തത് സർവദോ അക്ഷിശിരോമുഖം സർവദഃ ശ്രുതിമല്ലോകി സർവം മാവൃത്യ തിഷ്ഠതി. ആ ഭഗവാന് എല്ലായിടത്തും കണ്ണുകളുണ്ട്, എല്ലായിടത്തും കാതുകളുണ്ട്, എല്ലായിടത്തും തുടകളുണ്ട്, എല്ലായിടത്തും ചെവികളുണ്ട്. ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. ഹൃദയത്തിലിരിക്കുന്ന അതേ ഈശ്വരൻ തന്നെയാണ് പ്രപഞ്ചത്തില് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ പറയുമോ? ഇത് ഈ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ പറ്റി നിങ്ങൾ പറയുമല്ലോ. ഈ ഈശ്വരന് ഒരു വ്യത്യാസം കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാപഹ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത. ഈ ഉള്ളിലിരിക്കുന്ന ആത്മാവിന് അല്ലെങ്കിൽ ഈശ്വരന് നൈനം ചിന്തന്തി ശസ്ത്രാണി, ആയുധം കൊണ്ട് ഈ ആത്മാവിനെ വെട്ടി മുറിവേൽപ്പിച്ച് നശിപ്പിക്കുവാൻ സാധ്യമല്ല. നൈനം ദഹതി പാപഹ, അഗ്നി കൊണ്ട് ഈ ആത്മാവിനെ കത്തിച്ച് ചാമ്പലാക്കി നശിപ്പിക്കുവാൻ സാധ്യമല്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാപഹ ന ചൈനം ക്ലേദയന്ത്യാപോ മീൻസ് വാട്ടർ, വെള്ളം കൊണ്ട് ഈ ആത്മാവിനെ കുതിർത്ത് ചാമ്പലാക്കി നശിപ്പിക്കുവാൻ സാധ്യമല്ല.
ശോഷയതി മാരുത. കാറ്റ് കൊണ്ട് ഈ ആത്മാവിനെ ഉണക്കി അല്ലെങ്കിൽ ഡ്രൈ ആക്കി നശിപ്പിക്കുവാൻ സാധ്യമല്ല. ഈ ആത്മാവ് നശിക്കുന്നതല്ല, ഈ ശരീരം മാത്രമേ നശിക്കൂ. അതുകൊണ്ടാണ് നാം നമ്മുടെ ബന്ധുക്കള്, അച്ഛന്, അമ്മ, സ്വന്തക്കാര് ഒക്കെ മരിക്കുമ്പോൾ പോയി ബലിയിടുന്നത്. വർഷം തോറും പോയി ബലിയിടാറില്ലേ? അത് ആ ആത്മാവ്, നശിക്കാത്ത ആത്മാവ് നമ്മളുടെ ബലി ചോറ് സ്വീകരിക്കും എന്നുള്ളത് കൊണ്ടാണ് നാം എല്ലാവരും പോയി ബലിയിടുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത് എന്നോട് ചോദിച്ചത്, അല്പം കൂടി സൗണ്ട് കൂട്ടാൻ പറയൂ. ഇനി എന്നോട് ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് കല്ലിനെ പൂജിക്കുന്നത്? ചോദ്യമല്ലേ? നല്ല ചോദ്യമല്ലേ ഇത്? ജീവനില്ലാത്ത കല്ലിനെ നിങ്ങൾ എന്തുകൊണ്ട് പൂജിക്കുന്നു? ഈ കല്ലിനെ പൂജിച്ചാല് നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ എന്തുത്തരം പറയും? എന്താണ് ഈ വിഗ്രഹം? എന്താണ് ഈ വിഗ്രഹം എന്ന് പറഞ്ഞാല് വിശേഷേണ ഗ്രാഹയതിം ശക്തിം തത് വിഗ്രഹ. വിശേഷേണ ഗ്രഹിച്ചുകൊണ്ട് പ്രത്യേക രീതിയിലുള്ള ഒരു ഊർജം സ്വീകരിക്കുന്ന ഉപാധിയാണ് വിഗ്രഹം. ഈ വിഗ്രഹത്തിലെ, അതായത് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപമില്ലാത്ത ഈശ്വരനെ ഒരു രൂപം കൊടുക്കണം. രൂപമില്ലാത്ത ഈശ്വരനെ നമ്മൾ എങ്ങനെയാണ് ധ്യാനിക്കാൻ പറ്റുന്നത്? ഈശ്വരന് രൂപമില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വായുവിന് രൂപമുണ്ടോ? അപ്പൊ ഈ രൂപമില്ലാത്ത ഈശ്വരനെ നമ്മൾ എങ്ങനെ ആരാധിക്കും? ബിംബം കൊടുത്ത് ഈ വിഗ്രഹത്തില് ഭഗവാന് തന്ത്രിയുടെ ഹൃദയത്തിന്റെ, തന്ത്രിയുടെ പ്രാണന്റെ ഒരംശം, തന്ത്രിയുടെ പ്രാണന്റെ ഒരംശം ഈ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചെടുക്കാം. എന്നിട്ട് ആ പ്രാണൻ അവിടെ ഉണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ വിഗ്രഹത്തിൽ നിന്ന് ഊർജം പ്രസരിക്കുന്നതായി നാം ഭാവന ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ആ ഊർജം സംഭരിച്ചു കയറ്റണം. അതാണ് വിശേഷണയുള്ള ഗ്രഹിക്കൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ മോളെ? വിശേഷണയുള്ള ഗ്രഹിക്കൽ എന്ന് പറയുന്നത് അതാണ്. ഈശ്വരനെ വിഗ്രഹത്തില് ആവാഹിച്ചതിന് ശേഷം ആ വിഗ്രഹത്തിൽ നിന്ന് ഊർജം പ്രസരിച്ചു വരുന്നതായി നാം ഭാവന ചെയ്യണം. അതാണ് ഭാഗവതത്തിൽ പറഞ്ഞത്, ഭാവന ഭൂല ഭവിച്ചിടുമെന്നറിഞ്ഞാലും ഭാവന കൊണ്ടു തന്നെ ജന്മവുമുണ്ടാകുന്നു. ഭാവനയല്ലോ 14 ലോകവും നൂനം, ഭാവന കൊണ്ടു തന്നെ സർവവുമുണ്ടാകുന്നു. ഭാവന കൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഉണ്ടാകുമെന്നാണ്. അതായത് നമ്മൾ നന്നായിട്ട് ഭാവന ചെയ്യണം, നന്നായിട്ട് സങ്കല്പം ചെയ്യണം. സങ്കല്പം ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ആ ഊർജം കയറുന്നതായിട്ട് നമ്മൾ ഭാവിക്കണം. അങ്ങനെയാണ് ക്ഷേത്രത്തിൽ നാം വന്ന് തൊഴേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഞാൻ എന്തുമാത്രം ഈശ്വരന്മാരെ പൂജിച്ചു, ഞാൻ എന്തുമാത്രം വഴിപാടുകൾ ചെയ്തു, എനിക്ക് ദുഃഖമല്ലാതെ ഒരു സുഖവും കിട്ടുന്നില്ല. നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നതല്ലേ ഇത്? എല്ലാ ക്ഷേത്രത്തിലും പോകുന്നു, എല്ലായിടത്തും പോയി വഴിപാടുകൾ നടത്തുന്നു, പക്ഷേ എനിക്ക് ദുഃഖമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ദുഃഖം ഉണ്ടാകുന്നത് അറിയാമോ? നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുന്നത് എന്താണെന്ന് അറിയാമോ? കർമ്മണ ജായതേ ജന്തുഃ കർമ്മണ ഹീലീയതേ സുഖം ദുഃഖം ഭയം ക്ഷേമം കർമ്മണൈവാവിബധ്യതേ. ഒരാളുടെ കർമ്മം കൊണ്ടാണ്
ഒരാൾ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ കർമ്മം കൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നതും. സുഖമുണ്ടാകുന്നതും ദുഃഖമുണ്ടാകുന്നതും ഭയമുണ്ടാകുന്നതും അഭയമുണ്ടാകുന്നതും എല്ലാം ഒരാളുടെ കർമ്മം കൊണ്ടാണ്. ഈശ്വരൻ പറയുന്നു, എനിക്കിതിലൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന്. നിങ്ങൾ ദുഷ്ടത പ്രവർത്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് പുറകെ ദുഷ്ടത വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ നന്മ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് പുറകെ നന്മ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ആൾക്കാരെ സ്നേഹിച്ചിട്ടുണ്ടോ? പുറകെ സ്നേഹം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും, എനിക്ക് ദുഃഖം വരാൻ വേണ്ടി ഞാൻ എല്ലാവരെയും സ്നേഹിച്ചല്ലോ, എല്ലാവർക്കും നല്ലതല്ല ചെയ്യുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും ദുഃഖം വരുന്നു എന്ന് നിങ്ങൾ ചോദിക്കൂല? പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ. പൂർവജന്മകൃതം പാപം രോഗരൂപേണ ജായതേ. പൂർവജന്മത്തില് നാം ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങൾ നമുക്ക് ഈ ജന്മത്തില് ദുഃഖങ്ങളായി പരിണമിക്കുന്നു. പൂർവജന്മത്തിൽ നാം ചെയ്തിട്ടുള്ള മഹാപാപങ്ങൾ ഈ ജന്മത്തിൽ നമുക്ക് മഹാരോഗങ്ങളായി വന്ന് ഭവിക്കുന്നു. ക്ലിയറായോ? അപ്പോൾ ഇതിന് ഉത്തരവാദി ഈശ്വരനാണോ? ഇതിന് ഉത്തരവാദി ആര്? ഭഗവാൻ പറയുന്നു, നാദത്തെ കസ്യജിത് പാപം ന ചൈവ സുഹൃതം വിഭു. ഞാൻ ആരുടെയും പുണ്യവും പാപവും സ്വീകരിക്കുന്നില്ല. ഭഗവാൻ ആരുടെയും പുണ്യവും പാപവും സ്വീകരിക്കുന്നില്ല. പുണ്യവും പാപവും സ്വീകരിക്കുന്നതാണ് നാം ആണ്. നമ്മുടെ പുണ്യം സ്വീകരിക്കുന്നതും നാം ചെയ്തിട്ടുള്ള പുണ്യത്തിന്റെ ഫലം സ്വീകരിക്കുന്നതാണ് നാം ആണ്. നാം ചെയ്തിട്ടുള്ള പാപത്തിന്റെ ഫലം സ്വീകരിക്കുന്നതാണ് നാം ആണ്. അപ്പോൾ നാം ചെയ്തിട്ടുള്ള പുണ്യവും പാപവും നാം അനുഭവിച്ചേ തീരൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? അല്ലേ രാമായണം അല്ലേ? നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. നമുക്ക് സ്വർഗം പണിയുന്നതും നരകം പണിയുന്നതും നാം ആണെന്ന് ഉള്ളൂര് പറഞ്ഞിരിക്കുന്നു. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? നാം താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. വിത്തിട്ട കൈ തന്നെ കൊയ്തേ കണക്കാവൂ. നിത്യം ജഗത്തിൽ പുണ്യവും പാപവും. അല്ലേ അല്ലേ? അപ്പോൾ നാം ഇന്ന് അനുഭവിക്കുന്നതിന്റെ എല്ലാ ഫലങ്ങളും സുഖമായാലും ദുഃഖമായാലും എല്ലാം നമ്മൾ ചെയ്ത പുണ്യത്തിന്റെയും പാപത്തിന്റെയും പരിണിത ഫലമാണ്. നമുക്ക് ഇനി ഇതിന് പരിഹാരമുണ്ടോ എന്നാണ് അറിയേണ്ടത്. നമുക്ക് കഴിഞ്ഞ ജന്മത്തില് നാം ചെയ്തിട്ടുള്ള പാപങ്ങൾ നമുക്കറിയില്ല. ഈ ജന്മത്തിൽ നാം ചെയ്തിട്ടുള്ള പാപങ്ങള് നമുക്കറിയാം. ഇതിന് എന്തെങ്കിലും ഈ പാപം മാറ്റാൻ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നാണ് നമുക്കറിയേണ്ടത്. ഈ പരിഹാരമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും സംസാരിക്കാതെ അവിടെ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അമ്മമാരോടൊക്കെ പറയുകയാണ്, നമ്മൾ ചെയ്തിട്ടുള്ള പാപത്തിന് എങ്ങനെയാണ് പരിഹാരം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒന്ന്, പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്തിട്ട് പിന്നെ നല്ലത് പ്രവർത്തിച്ചാൽ അവരെ ഈശ്വരൻ കാത്തുകൊള്ളുമെന്നാണ്. പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം. പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്യണം. ഭഗവാന്റെ മുമ്പേ, കാലഭൈരവന്റെ മുമ്പേ ആ പാദത്തിൽ നമസ്കരിച്ചിട്ട് പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്തിട്ട് പിന്നെ നല്ലത് പ്രവർത്തിച്ചാൽ പിന്നെ നിങ്ങളെ ഭഗവാൻ നോക്കിക്കൊള്ളും. അപ്പോൾ പാതകം ചെയ്യുന്നതൊക്കെയും
പശ്ചാത്താപമേ പ്രായശ്ചിത്തം എന്ന് വള്ളത്തോട് എഴുതി വെച്ചിരിക്കുകയാണ്. എപ്പോഴും അങ്ങനെ തെറ്റ് ചെയ്യാൻ പാടില്ല. പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്തിട്ട് പിന്നീട് നിങ്ങൾ നന്മ മാത്രം ചെയ്താൽ നിങ്ങൾക്ക് ഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കുമെന്നാണ്. പിന്നെ എന്താണ് വഴി? അടുത്ത വഴി ജ്ഞാനാഗ്നിന നിർദഹയിൽ കർമ്മബന്ധനം. ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് കർമ്മബന്ധനത്തെ മാറ്റാമെന്നാണ്. എന്താണ് ജ്ഞാനം? ജ്ഞാനം കിട്ടുക എന്ന് പറഞ്ഞാൽ പാടാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടെ കിടന്ന് പഠിക്കുന്നതൊന്നുമല്ല, ഈ പുസ്തകത്തിൽ കിടന്ന് പഠിക്കുന്നതുമല്ല യഥാർത്ഥ ജ്ഞാനം. ആത്മാവിനെ തിരിച്ചറിയണം. എങ്കില് നിങ്ങൾക്ക് പാപത്തിന് പരിഹാരം കിട്ടും. അത് സത്വാദ സംജായതേ ജ്ഞാനം. സത്വഗുണമുള്ളവനാണ് ശരിക്കുള്ള ജ്ഞാനം കിട്ടുന്നത്. രജോ ഗുണവും തമോ ഗുണവുമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ സത്വഗുണം? അപ്പൊ അതും ബുദ്ധിമുട്ടുള്ളതാണ്. അതിനു വേണ്ടിയാണ് ഈ കാലഭൈരവ സ്വാമിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാലഭൈരവ സ്വാമിയിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. ആരാണ് കാലഭൈരവൻ? ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിവർ ഇരിക്കുന്ന വേദിയില് മുനികളുണ്ട്, താപസന്മാരുണ്ട്, സന്യാസിവര്യന്മാരുണ്ട്, യോഗികളുണ്ട്, കുറച്ച് ദേവതകളുമുണ്ട്. ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരൻ ഇരിക്കുന്ന വേദിയില് താഴെയായിട്ട് യോഗികള്, മുനിമാര്, താപസന്മാര്, സന്യാസി ശ്രേഷ്ഠന്മാർ എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. ഈ താമസന്മാർക്കും സന്യാസി ശ്രേഷ്ഠന്മാർക്കും മുനിമാർക്കും ഒക്കെ ഒരു ഡൗട്ട്. ഈ ത്രിമൂർത്തികളിൽ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായത്, ഏറ്റവും ശക്തിമത്തുള്ളത് ആരാണ് എന്നൊരു ക്വസ്റ്റ്യൻ ഇവരുടെ ഇടയിൽ വന്നു. അവസാനം അവർ തന്നെ ഉത്തരം കണ്ടെത്തി. ആര്? ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും അല്ല ഉത്തരം കണ്ടെത്തിയത്. അവരുടെ മുന്നിലിരുന്ന യോഗിമാരും സന്യാസിമാരും മുനിമാരും ആ ദേവതകളും കൂടി ഉത്തരം കണ്ടെത്തി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് സാക്ഷാൽ മഹാദേവനാണ് എന്നവർ കണ്ടെത്തി. മഹാദേവനാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് എന്ന് ഈ മുനിമാരും താപസന്മാരും ഒക്കെ കണ്ടെത്തി. അന്നേരം ബ്രഹ്മാവിന് ഇഷ്ടപ്പെട്ടില്ല. ബ്രഹ്മാവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല. ഞാനാണ് സൃഷ്ടികർത്താവ്. സൃഷ്ടികർത്താവായ ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠനും ശക്തിമാനുമെന്ന് അദ്ദേഹം ബ്രഹ്മാവ് പറഞ്ഞു. അങ്ങനെ ഇവര് തമ്മില് വാഗ്വിവാദമായി. ആര്? ബ്രഹ്മദേവനും മഹാദേവനും തമ്മില് വാക്ക് തർക്കമായി. അങ്ങനെ ബ്രഹ്മദേവൻ മഹാദേവനെ അപഹാസ്യം പറഞ്ഞു, അപവാദം പറഞ്ഞു. ഉടൻ തന്നെ മഹാദേവൻ 3 ലോകങ്ങളിലും പ്രളയം സൃഷ്ടിച്ചു. എന്നിട്ട് മഹാദേവൻ 3 ലോകത്തും അഗ്നി പടർത്തി, എല്ലായിടത്തും തീക്കാറ്റ് വീശി. എന്നിട്ട് എന്താ സൗണ്ട് ഇത്? എന്നിട്ട് മഹാദേവൻ ഒരു 3 ലോകങ്ങളെയും കിടുകിടാ വിറപ്പിക്കുന്ന ശബ്ദത്തില് ഒരു രൂപം പൊന്തി വന്നു. കഴുത്തില് തലയൊട്ടി മാല ധരിച്ച്, ആനത്തോലെടുത്ത്, സർപ്പങ്ങള് ആഭരണങ്ങളാക്കി അണിഞ്ഞ്, അനേകം കൈകളോടുകൂടി, ആ കൈകളിൽ ദിവ്യ ആയുധങ്ങളുമേന്തി വലിയ സൗണ്ടോടുകൂടി ഒരു ദേവൻ പ്രത്യക്ഷപ്പെട്ടു. കറുത്ത പട്ടിയുടെ പുറത്ത് കറുത്ത രൂപത്തിലാണ് ആ ദേവൻ പ്രത്യക്ഷപ്പെട്ടത്. ഈ ദേവന്റെ പേരാണ് കാലഭൈരവൻ. പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ദേവൻ ചെയ്തെന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ വലത്തെ കൈവിരൽ, തള്ളവിരൽ കൊണ്ട് ബ്രഹ്മാവിന്റെ ഒരു തല കുത്തിഞ്ഞെടുത്തു. ബ്രഹ്മാവിന്റെ ഒരു തല കുത്തി, തള്ളവിരൽ കൊണ്ട് കുത്തി ഇങ്ങെടുത്തു. ബ്രഹ്മാവ് ഓട്ടം തുടങ്ങി.
ബ്രഹ്മാവ് അപവാദം പറഞ്ഞ ബ്രഹ്മാവ് മഹാദേവന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു, മാപ്പിരന്നു. അപ്പോൾ മഹാദേവൻ ചെയ്തെന്താണെന്നറിയാമോ? കാലഭൈരവൻ ചെയ്തെന്താണെന്നറിയാമോ? ഈ തലയെ, ബ്രഹ്മദേവന്റെ ഈ തലയെ യഥാസ്ഥാനത്തെ പുനഃസ്ഥാപിച്ചു, പഴയതുപോലെയാക്കി. അതാണ് കാലഭൈരവ സ്വാമി. അതുകൊണ്ട് നോക്കൂ, സൃഷ്ടികർത്താവിന്റെ തലവരെ കൊയ്ത ആളാണ് കാലഭൈരവ സ്വാമി. അപ്പോൾ കാലഭൈരവ സ്വാമിയെ ആരാധിക്കുന്നവന്റെ ശത്രുവിനെ കാലഭൈരവ സ്വാമി തകർത്തിരിക്കും. നിങ്ങൾ യഥാർത്ഥമായി നിങ്ങൾ കാലഭൈരവ സ്വാമി ഉപാസിക്കുന്നവളാണ് എങ്കിൽ നിങ്ങളുടെ ശത്രുവിനെ കാലഭൈരവ സ്വാമി ഭസ്മമാക്കിയിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പേര് കൂടിയുണ്ട്, ദണ്ഡപാണി എന്നാണ് കാലഭൈരവ സ്വാമിക്ക് ഒരു പേര് കൂടി. എപ്പോഴും കയ്യിൽ ദണ്ഡുമായി നടക്കും. തന്റെ ശത്രുവിനെ, തന്റെ ഭക്തനെ ഉപദ്രവിക്കുന്ന ശത്രുവിനെ അടിക്കാൻ വേണ്ടി അദ്ദേഹം ദണ്ഡുമായി നടക്കും. നിങ്ങൾ ശത്രുവിനെ ഒന്നും ചെയ്യണ്ട, ഈ പാദത്തിൽ വന്ന് നിങ്ങൾ കാര്യം പറഞ്ഞാൽ മതി. എന്നിട്ടോ നവഗ്രഹങ്ങളെ മുഴുവൻ തന്റെ വരുതിയിലാക്കി. പിന്നെയോ 12 രാശികളെയും തന്റെ വരുതിയിലാക്കി. അഷ്ടദിക്പാലകന്മാരെയും തന്റെ വരുതിയിലാക്കി. ഭഗവാൻ ശനിദേവൻ എന്ന് പറഞ്ഞാല് ശനിദേവന്റെ ഗുരുവാണ് ആര്? കാലഭൈരവ സ്വാമി. അതുകൊണ്ട് നിങ്ങളുടെ ഈ ശനിദോഷം മാറാൻ നിങ്ങൾ കാലഭൈരവ സ്വാമിയുടെ അടുത്ത് വരണം. നവഗ്രഹ ദോഷം മാറാൻ നിങ്ങൾ കാലഭൈരവ സ്വാമിയുടെ അടുത്ത് വരണം. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ കാലഭൈരവ സ്വാമി നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി തരുന്നതാണ്. അടുത്തതായി, ഈ കാലഭൈരവ സ്വാമിയെ ഇങ്ങനെ ഇവിടെ പ്രതിഷ്ഠിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ലോകത്ത് ഒരിടത്തും ഇങ്ങനെ ഒരു ക്ഷേത്രമില്ല. ഇങ്ങനെ തുറന്ന് കാലഭൈരവ സ്വാമിയുടെ പാദത്തിൽ നമസ്കരിക്കാൻ പറ്റിയ ഒരു ക്ഷേത്രം നിങ്ങൾക്ക് ലോകത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ? ഇവിടെ മാത്രമേ പറ്റൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ പണിതത്? ഞാൻ നേരത്തെ പറഞ്ഞു, പാപം മാറാൻ വേണ്ടി രണ്ട് വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒന്ന് ജ്ഞാനം, മറ്റൊന്ന് പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്തിട്ട് പിന്നെ നമ്മൾ ദുഷ്ടപ്രവൃത്തികളൊന്നും ചെയ്യാതിരുന്നാൽ ഭഗവാൻ ക്ഷമിക്കും. ഇവിടെ ഭഗവാൻ നമുക്ക് തരുന്നത് എന്താണെന്നറിയാമോ? മുഹൂർത്തമവിയോഗസ്ഥേ നാസാഗ്രേ മനസാ സദാ സർവം തരതി പാപ്മാനം തസ്യ ജന്മ ശതാർജിതം. മുഹൂർത്തമവിയോഗത്തിൽ ഒരു മുഹൂർത്ത സമയമെങ്കിലും നിങ്ങളുടെ ഇരുപുരുകങ്ങൾക്കും മധ്യേയുള്ള ഈ ഭ്രൂമധ്യത്തില് മനസ്സുകൊണ്ട് ആത്മസംയോഗം ചെയ്യുമെങ്കിൽ നിങ്ങളുടെ അനവധി ജന്മത്തിന്റെ പാപങ്ങൾ ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് തന്നെ നശിക്കുന്നതാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് ഭഗവാൻ? ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്തു. ആദ്യം ഗീത മനസ്സിലായോ അർജുന? എല്ലാം ഉപദേശിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഗീത മനസ്സിലായോ? അർജുനൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി സ്വാമി. വീണ്ടും അർജുനൻ പോയി. കുറെ കാലം കഴിഞ്ഞപ്പോൾ അർജുനൻ വീണ്ടും വരുന്നു. ഭഗവാനെ, എനിക്ക് ഇനിയും സംശയമുണ്ട്, കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരണം. അങ്ങനെ കുറെ സംശയങ്ങളോട് ചോദിച്ചു. അങ്ങനെ ഭഗവാൻ വീണ്ടും ഒരു ഗീത ഉപദേശിച്ചു കൊടുത്തു. ആ ഗീതയുടെ പേര് അനുഗീത എന്നാണ്. ആ അനുഗീത കഥകളികൾ കൂടിയാണ് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തത്. അങ്ങനെ എല്ലാ സംശയവും തീർന്നോ അർജുന? തീർന്നു എന്ന് പറഞ്ഞ് അർജുനൻ ഭഗവാനെ നമസ്കരിച്ചിട്ട് പോയി. ഇനി സംശയമേ ഇല്ല ഭഗവാനെ എന്ന് പറഞ്ഞു. വീണ്ടും അർജുനൻ വരുന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് സംശയമുണ്ട് ഭഗവാനെ. അപ്പോൾ ഭഗവാൻ ഒരു ഗീത ഉപദേശിച്ചു കൊടുത്തു. ആ ഗീതയുടെ പേര്
ഉത്തരഗീത എന്നാണ്. എന്താണ് ആ ഗീതയുടെ പേര്? ഉത്തരഗീത. ഉത്തരഗീതയില് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മുഹൂർത്തമപി യോഗസ്ഥേ നാസാഗ്രേ മനസ്സാത്സകാ സർവം തരതി പാപ്മാനം തസ്യ ജന്മ ശതാർജിതം. ഒരു മുഹൂർത്ത നേരമെങ്കിലും, ഒരു നിമിഷ നേരമെങ്കിലും നിങ്ങളുടെ ഇരു പുരുകങ്ങൾക്കും മധ്യയുള്ള ഭൂമധ്യത്തില് മനസ്സുകൊണ്ട് ആത്മസംയോഗം ചെയ്യുമെങ്കിൽ അനവധി ജന്മങ്ങളിലെ, നിരവധി ജന്മങ്ങളിലെ പാപങ്ങൾ ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് തന്നെ ഇല്ലാതാകുമെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാലഭൈരവ സ്വാമിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ട് നിങ്ങളുടെ തല കൊണ്ട് അവിടെ മുട്ടിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? എന്നിട്ട് അവിടെ നിൽക്കുന്ന ഒരു ആചാര്യൻ ആ കാലഭൈരവ സ്വാമിയെ അദ്ദേഹത്തിന്റെ ഇടത് കരം കൊണ്ട് ഇങ്ങനെ തൊട്ടിട്ട് നിങ്ങളുടെ തലയിൽ ഇങ്ങനെ പിടിക്കാറുണ്ടല്ലേ? തലയില്, കഴുത്തില്, മുതുകില്, തൊട്ട് താഴെയൊക്കെ ഇങ്ങനെ പിടിക്കാറില്ലേ? എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ ഭാഗത്താണ് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ഇരിക്കുന്ന ആജ്ഞാചക്രം. ഇവിടെ തൊടുമ്പോൾ ആജ്ഞാചക്രം പ്രവർത്തിക്കും, അവിടുത്തെ ദേവത ഉദ്ദീഭവിക്കും. തൊട്ട് താഴെ കഴുത്തിൽ തൊടുമ്പോൾ വിശുദ്ധി ചക്രത്തിന്റെ ദേവത പൊന്തി വരും. തൊട്ട് താഴെ ഈ ഹൃദയചക്രത്തിന്റെ ഈ ബാക്ക് ഭാഗത്ത് തൊടുമ്പോൾ അനാഹത ചക്രം എന്നൊരു ചക്രമുണ്ട്. അനാഹത ചക്രം ശരിക്ക് വൈബ്രേറ്റ് ചെയ്യും. അനാഹത ചക്രത്തിന്റെ ദേവത പൊന്തി വരും. തൊട്ട് താഴെ പൊക്കൽ കൊടിയില് തൊട്ട് ബാക്കില് അവിടെയാണ് മണിപൂരക ചക്രം ഇരിക്കുന്നത്. ഈ മണിപൂര ചക്രത്തിന്റെ ദേവത പൊന്തി വരും. തൊട്ട് താഴെ സ്വാധിഷ്ഠാന ചക്രം, അതിന്റെ താഴെ മൂലാധാര ചക്രം. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ദേവന്മാരും നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ 7-6 ചക്രാസിനെ ഉണർത്തുവാൻ വേണ്ടിയാണ് ഈ കാലഭൈരവ സ്വാമിയുടെ ഫ്രണ്ടില് ഒരു ആചാര്യൻ നിന്നിട്ട് നിങ്ങളുടെ തലയിലും കഴുത്തിലും മുതുകിലും എങ്ങനെ പതിയെ സ്പർശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ പാപം മാറ്റിയിട്ട് നിങ്ങൾ ശരിക്കും ആത്മസംയോഗം ചെയ്യണം. ശരീരവും മനസ്സും ജീവാത്മാവും കൊണ്ട് ആ പാദങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ സത്യമായിട്ടും ഞാൻ ആ കാലഭൈരവന്റെ മുമ്പ് വെച്ച് പറയുന്നു, നിങ്ങളുടെ പാപം നശിച്ച് നാമാവശേഷമാകും. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു കിട്ടും. ക്ലിയറായോ? എല്ലാ ദിവസവും അമാവാസി നാളിൽ നിങ്ങൾ ഇവിടെ വരുമ്പോൾ അറിയാം ഇവിടുത്തെ പൂജ. ഒരു പ്രാവശ്യം വന്നാല് പിന്നെ അവരെന്നെ വിളിച്ച് ചോദിക്കുകയാണ് വന്നവര്, അജിത്തെ ഇനി എന്നാണ് ആ പരിപാടി, ഒന്ന് നേരത്തെ അറിയിക്കണേ. ഓരോ പ്രാവശ്യം ഒരാളിനെ കൊണ്ടുവന്നാൽ അവര് വീണ്ടും 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 വിളിക്കും. എവിടെ നിന്നെല്ലാം ആൾക്കാർ വരുന്നു ഇവിടെ. ഒരൊറ്റ പ്രവൃത്തിയാണത്. ഇതിന്റെ ശാസ്ത്രീയ വശം മനസ്സിലാക്കി കഴിഞ്ഞാല് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ കാലഭൈരവ സ്വാമിയെ നിങ്ങൾ അമർത്തി പിടിച്ചോളണം. ഇതിന്റെ ശാസ്ത്രീയ വശം മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴൊക്കെ വരാൻ പറ്റുമോ അപ്പോഴൊക്കെ വന്ന് ആ പാദത്തിൽ വീണ് നമസ്കരിച്ച് അദ്ദേഹത്തിന്റെ ഇങ്ങനെ സ്പർശിക്കുന്ന സ്പർശനവും വാങ്ങിക്കൊണ്ടേ പോകാവൂ. നിങ്ങളുടെ ഉള്ളിലുള്ള ദേവതകളെ ഉണർത്തുന്നു ഭഗവാൻ. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഫലം കിട്ടിയിരിക്കും. സംശയമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ഫലം കിട്ടിയിരിക്കും. അതിനാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. നോക്കൂ, ലോകത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പ്രതിഷ്ഠ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ട്? യോഗീശ്വരന്മാരുണ്ടായിരുന്ന കുടുംബത്തിലെ ആൾക്കാരാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. പഴയ യോഗികളുടെ മണ്ഡപത്തിലെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപ്പൂപ്പൻ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. പഴയ കൊട്ടാരം ജ്യോത്സ്യന്മാരാണ്. ഇപ്പോഴും കവടിയാർ കൊട്ടാരത്തിലെ ജ്യോത്സ്യനാണ് നമ്മുടെ ഷിബു നാരായണൻ ജ്യോത്സ്യരൊക്കെ. അപ്പോൾ ആ പാരമ്പര്യത്തിൽ നിന്ന് ഉണ്ടായതാണ് ഈ ഇവിടുത്തെ പ്രതിഷ്ഠ. അതുകൊണ്ട് ശക്തമായി നിങ്ങൾ കാലഭൈരവ സ്വാമിയെ തല കൊണ്ട് നിങ്ങളുടെ ഭ്രൂമധ്യം, നിങ്ങളുടെ ഇരു പുരികങ്ങൾക്കും മധ്യയുള്ള സ്ഥലത്ത് നിങ്ങൾ ശരിക്ക് സ്പർശിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ കരയുന്നെങ്കിൽ ഇവിടെ കരയണം. വെളിയിൽ കരഞ്ഞുകൊണ്ട് എടുക്കരുത്. വെളിയിൽ നിങ്ങൾ കരയരുത്. എന്തുകൊണ്ട്? നിങ്ങൾ ദുഃഖിച്ച് നടന്നാലുള്ള പ്രത്യേകത എന്താണ്? സന്താപഭ്രംശതേ രൂപം സന്താപഭ്രംശതേ ബലം സന്താപഭ്രംശതേ ജ്ഞാനം
സന്താപാദവ്യാധി മൃച്ഛതി സന്താപഭ്രംശതേ രൂപം. നിങ്ങള് ദുഃഖിച്ചുകൊണ്ട് നടന്നാല് നിങ്ങളുടെ സൗന്ദര്യം ഇല്ലാതാവുമെന്നാണ് വ്യാസൻ പറയുന്നത്. അല്ലേ? നിങ്ങൾ ദുഃഖിച്ച് നടന്നാല് നിങ്ങളുടെ സൗന്ദര്യം ഇല്ലാത്തൊരവസ്ഥയാവും. നിങ്ങൾ എത്ര വെളുത്ത സൗന്ദര്യവതിയുമാണെങ്കിലും നിങ്ങൾ ദുഃഖിച്ച് നടന്നാൽ നിങ്ങളുടെ സൗന്ദര്യം പ്രജ്വലിക്കില്ല. പിന്നെയോ സന്താപഭ്രംശതേ ബലം. നിങ്ങൾ എത്ര ബലവതിയുമാണെങ്കിലും നിങ്ങൾ ദുഃഖിച്ച് നടന്നാല് നിങ്ങൾക്ക് ബലമില്ലാത്തൊരവസ്ഥ ഫീലാവോ ആകും. സന്താപഭ്രംശതേ ജ്ഞാനം. നിങ്ങൾ എത്ര ജ്ഞാനിയാണെങ്കിലും നിങ്ങൾ ദുഃഖിച്ച് നടന്നാല് നിങ്ങൾക്ക് ജ്ഞാനം പുറത്തു വരുമോ? അതാണ് ഞാൻ സ്കൂൾ കോളേജിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, എക്സാമിന് 15 ദിവസങ്ങൾക്ക് മുമ്പ് കുട്ടികളെ രക്ഷകർത്താക്കൾ വേദനിപ്പിക്കരുത്, അവരെ ദുഃഖിപ്പിക്കരുത്. കുട്ടികളും രക്ഷകർത്താക്കളുമായിട്ട് വഴക്ക് കൂടാൻ പാടില്ല. എന്തുകൊണ്ട്? അവര് പഠിച്ചു വെച്ചിരിക്കുന്നത് പുറത്തു വരില്ല, ജ്ഞാനം പുറത്തു വരില്ല. സന്താപഭ്രംശതേ ജ്ഞാനം സന്താപാത് വ്യാധി മൃച്ഛതി. പിന്നെന്ത് ചെയ്യുന്നു? രോഗമുണ്ടാകുന്നു. ദുഃഖം കൊണ്ട് എന്തുണ്ടാകുന്നു? രോഗമുണ്ടാകുന്നു. പിന്നെ മൃച്ഛതി, മരണവും സംഭവിക്കുന്നു. ക്ലിയർ? അപ്പൊ ദുഃഖിച്ചിരിക്കരുത്. ദുഃഖത്തിന് ദുഃഖിക്കണ്ടേ എന്ന് നിങ്ങൾ ചോദിക്കും. എന്തുകൊണ്ട് ദുഃഖമുണ്ടാകുന്നു? ചിന്താജായതേ ദുഃഖം. ചിന്തയാണ് ദുഃഖമുണ്ടാക്കുന്നത്. അല്ലേ? അതുകൊണ്ട് ആചാര്യന്മാർ പറയുന്നു, നിങ്ങൾ ചിന്തിക്കണം, പക്ഷേ നിങ്ങളെ സന്തോഷിപ്പിച്ച നിമിഷങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾക്ക് ദുഃഖം തന്ന നിമിഷത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. ക്ലിയർ? നിങ്ങൾക്ക് എപ്പോഴൊക്കെ സന്തോഷവും സ്നേഹവും ആരെങ്കിലും തന്നിട്ടുണ്ടോ ആ ഭാഗത്ത് നിങ്ങൾ ചിന്ത കൊടുക്കണം. നിങ്ങൾക്ക് ദുഃഖം തന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. ഇതാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്, ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനമവസാദയേത് ആത്മൈവ ഖ്യാത്മനോ ബന്ധുരാത്മൈവ രിപുരാത്മന. ഉദ്ധരേതാത്മനാത്മാനം. നീ നിന്നെ ഉയർത്തുക, നീ നിന്നെ താഴ്ത്തരുത്. നീ തന്നെയാണ് നിന്റെ ബന്ധുവും, നീ തന്നെയാണ് നിന്റെ ശത്രുവും. നീ നിന്നെ ഉയർത്തുമ്പോൾ നീയും ഉയരും, നിന്നെ സമീപിക്കുന്നവരും ഉയരും. നീ നിന്നെ താഴ്ത്തുമ്പോൾ നീയും താഴും, നിന്നെ സമീപിക്കുന്നവരും താഴും. നീ നിന്നെ ഉയർത്തുമ്പോൾ നീ തന്നെ നിനക്ക് ബന്ധുവായി മാറുന്നു, നിന്നെ സമീപിക്കുന്നവരും നിന്റെ ബന്ധുവായി മാറുന്നു. നീ നിന്നെ താഴ്ത്തുമ്പോൾ നീ തന്നെ നിനക്ക് ശത്രുവായി മാറുന്നു, നിന്നെ സമീപിക്കുന്നവരും നിന്റെ ശത്രുവായി മാറുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ഉയർത്തണം, മനസ്സിനെ ഉയർത്തണം. ഭഗവാൻ പറഞ്ഞു, എന്താണ് ഭാഗവതത്തില്, ന്യായം ജനോമേ സുഖദുഃഖ ഹേതുർ ന ദേവതാത്മാ ഗ്രഹകർമ്മ കാല മനപരം കാരണം മാവനന്തി സംസാര ചക്രം പരിവർദ്ധനയജ്ഞത. ന്യായം ജനവുമേ സുഖദുഃഖ ഹേതു. സുഖത്തിനും ദുഃഖത്തിനും കാരണം ജനങ്ങളല്ല. ന ദേവതാത്മാ, ദേവതകളല്ല, ആത്മാക്കളല്ല. ഗ്രഹകർമ്മകാല, നവഗ്രഹാദികളല്ല, കർമ്മമല്ല, കാലമല്ല. പിന്നെ ആരാണ്? മനപരം കാരണം മാമനന്തി. മനപരം കാരണം മാമനന്തി സംസാര ചക്രം പരിവർദ്ധനയജ്ഞത. നിങ്ങളുടെ ഈ സംസാര ചക്രത്തിൽ കിടന്നു കറങ്ങുന്ന മനസ്സാണ് സുഖത്തിനും ദുഃഖത്തിനും കാരണം. ക്ലിയർ? അപ്പൊ മനസ്സിനെ ഉയർത്തണം. മനസ്സിനെ ഉയർത്തുന്നവരെയാണ് ഈശ്വരന് ഇഷ്ടം. മനസ്സിലായോ? മനസ്സിനെ ഉയർത്തുന്നവരെയാണ് ആർക്കിഷ്ടം? ഈശ്വരന് ഇഷ്ടം. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, മനസ്സിനെ ബ്രഹ്മമായി കണ്ട് ഉപാസിക്കണം. മനോബ്രഹ്മ ഇതി ഉപാസിത. മനസ്സിനെ ബ്രഹ്മമായി കണ്ട് ഉപാസിക്കണം. മനസ്സുയർത്തുമ്പോൾ നിങ്ങളിലുള്ളിലെ ഈശ്വരനെയാണ് നിങ്ങൾ ഉയർത്തുന്നത്. മനസ്സ് താഴ്ത്തുമ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെയാണ് നിങ്ങൾ താഴ്ത്തുന്നത്. ക്ലിയർ ആയത്? ഇനി
ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ശരിക്ക് ഈ മനസ്സെന്ന് പറഞ്ഞാല് ഒരു ശ്ലോകം കൂടെ ഓടി വരികയാണ്. ശരീരമപതിയാത്മോദി യശാത്മതീശ്വരക ഗഹിത്വൈതാനി സംയാധി വായുർഗന്ധാനി ഭക്ഷയാത്. ഒരു ശരീരം ജനിക്കുമ്പോഴും ഒരു ശരീരത്തിൽ നിന്ന് ജീവൻ പുറത്തു പോകുമ്പോഴും ഭഗവാൻ പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും കൊണ്ടാണ് പോകുന്നത്. മനസ്സിലായ? ഒരു ജന്മം ഉണ്ടാകുമ്പോൾ ഭഗവാൻ പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും കൊണ്ട് അവിടെ നിക്ഷേപിക്കുന്നു. ഒരു മരണം ഉണ്ടാകുമ്പോൾ പഞ്ചേന്ദ്രിയവും മനസ്സിനെയും കൊണ്ട് പോകുന്നു. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ മനസ്സ് നിങ്ങളുടെ മുൻജന്മത്തിലെ മനസ്സാണ്. മനസ്സിലായ? അതുകൊണ്ടാണ് ഒരു വീട്ടിലെ 5 മക്കളുണ്ടായാൽ 5 പേരും 5 സ്വഭാവമായി കാണുന്നത്. അവന്റെ പഴയ മനസ്സാണ്. മനസ്സിലായ? നിങ്ങൾ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അവന്റെ മനസ്സ് പഴയതാണ്. മുൻജന്മത്തിലെ മനസ്സാണ് ഭഗവാൻ കൊണ്ട് ഇവർ നിക്ഷേപിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അച്ഛനെയും അമ്മയും പോലെയൊക്കെ ഇരിക്കണം സ്വഭാവം എന്നൊക്കെ പറഞ്ഞാൽ നടക്കൂല. പഴയ മനസ്സാണ്. പക്ഷെ ഈ മനസ്സിനെ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും മാറ്റിയെടുക്കാം. മനസ്സിലാവും? നിരന്തരം എന്റെ മനസ്സ് മാറണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നന്മ കൊടുക്കണം. നിങ്ങൾ ശരീരത്തിന് ആഹാരം കൊടുക്കൂലല്ലേ? മനസ്സിന് എന്താഹാരം കൊടുക്കും? മനസ്സിനെന്താഹാരം കൊടുക്കും? മനസ്സിന് സച്ചിന്തയാണ് മനസ്സിന്റെ ആഹാരം. എന്താണ്? സച്ചിന്തയാണ് മനസ്സിന്റെ ആഹാരം. അപ്പൊ സച്ചിന്ത മനസ്സിൽ നിന്ന് ഇട്ട് കൊടുക്കാം. ക്ലിയർ ആയില്ലേ? ക്ലിയർ? ദാനധർമാദികളൊക്കെ ചെയ്യണം കേട്ടോ. കുറച്ച് പാപം മാറും. എന്തിനാണ് ദാനം ചെയ്യുന്നത്? ദാനം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ദാതവ്യമിതി യദ്ദാന ദീയതേ അനുപകാരിണേ ദേശേ കാലേ ച തദ്ദാനം സാത്വികം സ്മൃതം. ദാനം ചെയ്യേണ്ടത് ഒരുവന്റെ കർത്തവ്യമാണെന്ന് കരുതി എന്ത് ചെയ്യണം? ദാനം ചെയ്യണം. പിന്നെ ദേശമറിഞ്ഞ്, കാലമറിഞ്ഞ്, പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം. നമുക്ക് തോന്നിയവാസം പോലെ ആർക്കെങ്കിലും നിങ്ങൾ ദാനം ചെയ്യാൻ പാടില്ല. എന്റെ മുഖത്ത് നോക്കി അവൻ എന്നും ചിരിക്കും, അല്ലെങ്കിൽ അവൾ ചിരിക്കും, ഇത് അവൻ കൊടുക്കാം. ഇത് ഭഗവാൻ സ്വീകരിക്കില്ല. പാത്രം പറഞ്ഞ് അവൻ അർഹതയുള്ളവരെ ദാനം ചെയ്യാം. അപ്പോൾ അത് ഈശ്വരനാണ് കൊടുക്കുന്നത്. പിന്നെ ദാനം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൽക്കാരമാന പൂജാർത്ഥം തപോഢംബേന ചൈവയത്. സൽക്കാരം, മാനം, ബഹുമാനം എന്നിവ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ദാനം ചെയ്യാൻ പാടില്ല. ക്രിയതേ തധിക പ്രോക്തം രാജസം ചലമദ്രുഗം. ഇത് രാജസമാണ്. ഇത് ഭഗവാൻ സ്വീകരിക്കില്ല. മനസ്സിലായ? നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആരും അറിയാതെ ചെയ്യണം. ഇത് ഭഗവത് പൂജയാണ്. ദാനം ചെയ്യുന്നവന്റെ ആവശ്യം മനസ്സിലാക്കി, ദാനം വാങ്ങുന്നവന്റെ ആവശ്യം മനസ്സിലാക്കിയാണ് നിങ്ങൾ ദാനം കൊടുക്കേണ്ടതും സ്നേഹം കൊടുക്കേണ്ടതും. ക്ലിയർ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ട് അടുത്ത സബ്ജക്റ്റിലേക്ക് കടന്ന് മതിയാക്കാം. ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരോടാണ്? ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരോടാണ്? നിങ്ങൾ ഓരോരുത്തരും പറയും നിങ്ങളെയൊക്കെ ഭഗവാൻ ഇഷ്ടമാണെന്ന്, അല്ലേ? ആയിക്കോട്ടെ, ഭഗവാനോട് ചോദിക്കട്ടാ. ഭഗവാനെ അങ്ങക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ് എന്ന് ചോദിക്കട്ടാ. കൃഷ്ണ, ആരോടാണ് അങ്ങക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? സമൂഹം സർവഭൂതേഷു നമേദ്യഷേ അസ്തിന പ്രിയഃ ഏ ഭജന്തി തൂമാം ഭക്ത്യാ മയി തേഷു ചാപ്യഹം. സമൂഹം സർവഭൂതേഷു, സർവഭൂതങ്ങളോടും എനിക്ക് സമാനതയാണുള്ളത് അർച്ചന. ഞാൻ എല്ലാവരെയും തുല്യമായി സ്നേഹിക്കുകയാണ്. ഞാൻ എല്ലാവരെയും തുല്യമായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ട്രാക്ക് മാറ്റുന്ന ശ്രദ്ധിച്ചോളാം. നമ്മെ ദേശീയ അസ്തിന ഏ ഭജന്തി തൂമാം ഭക്ത്യാ മയി തേഷു ചാപ്യഹം. ആര് എന്നെ ഭക്തി പുരസ്സരം
സ്നേഹിക്കുന്നുവോ ഞാൻ അവനിലും അവരെന്നിലും കാണപ്പെടുന്നു. അപ്പോൾ ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? ഭക്തനോടാണ്. ഭഗവാന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? ഭക്തനോടാണ്. എന്താണ് ഭക്തി എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഭക്തി എന്താണെന്ന് അറിയുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും. നമ്മുടെ ഈ കാണിക്കുന്ന ഒരു പരിപാടിയും ഭക്തിയില്ല. ഭഗവാൻ പറയുന്നു, മനസ്സൈതാനി ഭൂതാനി പ്രണമേതു ബഹുമാനയൻ ഈശ്വരോ ജീവകലയ പ്രവിഷ്ടോ ഭഗവാനിധി. ഒന്നുകൂടി, മനസ്സൈതാനി ഭൂതാനി പ്രണമേതു ബഹുമാനയൻ ഈശ്വരോ ജീവകലയ പ്രവിഷ്ടോ ഭഗവാനിധി. ഈശ്വരൻ ജീവരൂപത്തില് എല്ലാവരുടെയും ഉള്ളിലുണ്ട് എന്ന ഭാവേന എല്ലാവരെയും മനസ്സുകൊണ്ട് വന്ദനം ചെയ്തു ബഹുമാനിക്കണം. മനസ്സിലായ? ഈശ്വരൻ എല്ലാവരുടെയും ഉള്ളിലുണ്ട് എന്ന ഭാവേന എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് വന്ദനം ചെയ്യുന്ന പ്രക്രിയയാണ് ഭക്തി. മനസ്സിലായ? സ്നേഹമാണ്. എന്താണ്? സ്നേഹമാണ്. സ്നേഹമാണ് ഭക്തി. ഇപ്പൊ പരസ്പരം സ്നേഹിക്കണം. മനസ്സിലാവണ്ട? ഒരു വീട്ടില് കലഹമുണ്ടെങ്കിൽ കലഹരിയേതി ഇതി കലഹം. കലയെ, ഐശ്വര്യത്തെ ഹനിക്കുന്നതാണ് കലഹം എന്ന് പറയുന്നത്. ഒരു വീട്ടില് കലഹമുണ്ടെങ്കിൽ ആ വീട് നന്നാവൂ. നമ്മുടെ ഷിബുനാരായണ ജ്യോത്സ്യർ പറയാറുണ്ട്, ഒരു വീട്ടില് കലഹമുണ്ടെങ്കിൽ വീട് നന്നാകില്ല. അയൽപക്കത്തില് കലഹമുണ്ടെങ്കിൽ എവിടെ നന്നാവോ? ഇല്ല. നാട്ടില് കലഹമുണ്ടെങ്കിൽ എവിടെ നന്നാവോ? ഇല്ല. രാജ്യത്ത് കലഹമുണ്ടെങ്കിൽ നന്നാവോ? ഇല്ല. എവിടെ കലഹമുണ്ടോ അവിടെ ഐശ്വര്യം, ദേവത അവിടെ നിന്ന് പോകും. കലഹമില്ലാതെ സ്നേഹത്തോടു കൂടി ജീവിക്കുന്നതിനെയാണ് ശരിക്കും ഭക്തി എന്ന് പറയുന്നത്. മനസ്സിലായ? സത്വം അസ്മിൻ പരമപ്രേമ രൂപ. ഈശ്വരനോടുള്ള പരമമായ പ്രേമമാണ് ഭക്തി. ഇതാണ് ഈശ്വരനോടുള്ള പരമമായ പ്രേമം. നിങ്ങൾ എന്നെ സ്നേഹിക്കുമ്പോൾ മുകളിൽ നിന്ന് ഈശ്വരൻ സന്തോഷിക്കും. കാരണം എന്തുകൊണ്ട്? ഉള്ളിലിരിക്കുന്നത് ഈശ്വരനാണ്. ഈശ്വര സർവഭൂതാന ഹൃദയേ അർജുന തിഷ്ഠതി. ഈശ്വരൻ എല്ലാവരുടെയും ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. ആത്മാവായി ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ? ശ്യാമേ, നിർത്താറായ? ഞാൻ 5 മിനിറ്റ്. ഞാന് എല്ലായിടത്തും പറയാറുള്ള, പ്രത്യേകിച്ച് പൊങ്കാല ദിവസം എനിക്കത് പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖം വരില്ല. ഞാൻ 9 പ്രാവശ്യം ഒരു ക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും എന്നെ വിളിക്കും. ഞാൻ 9 പ്രാവശ്യവും പറഞ്ഞത് ആ ക്ഷേത്രത്തിൽ പറഞ്ഞില്ലെങ്കിൽ അവർ എന്നോട് അഡ്വാൻസ് ആയിട്ട് പറയും, സാറേ നിങ്ങൾ അതൊന്ന് പറയണേ. ഏതാണെന്ന് അറിയാമോ? അമ്മ. ആരാണമ്മ? അമ്മ ആരാണെന്ന് അറിയാമോ? നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല അമ്മ. ഭൂപ്രദക്ഷിണ ശക്യേന കാശീയാത്രായുധേന സേതുസ്നാനം ശതൈരച്ച തത്ഫലം മാതൃവന്ദനേ. ശ്രദ്ധിച്ചു കേൾക്കണേ, ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. എല്ലാ അമ്മയുടെയും വയറ്റിൽ നിന്ന് വന്ന മക്കളെ നിങ്ങൾ എല്ലാവരും ഈ 4 പേര് ശ്രദ്ധിച്ചു കേൾക്കണം. ഭൂപ്രദക്ഷിണ ശക്യേന കാശീയാത്രായുധേന സേതുസ്നാനം ശതൈർയച്ഛ തത്ഫലം മാതൃവന്ദനേ. ഭൂപ്രദക്ഷിണ ശക്യേന, ഭൂമി മുഴുവനും 6 പ്രാവശ്യം വലം വെച്ച് വന്നാലുള്ള ഫലവും, കാശീയാത്രായുധേന 1000 പ്രാവശ്യം കാശിയിൽ പോയിട്ട് വന്നാലുള്ള ഫലവും, സേതു സ്നാനം ശതൈർയച്ഛ പുണ്യ സാഗരമായ സേതു സാഗരത്തിൽ 100 പ്രാവശ്യം കുളിച്ചിട്ട് വന്നാലുള്ള ഫലവും, തദ്ഫലം മാതൃവന്ദനെ. 1 പ്രാവശ്യം പ്രസവിച്ച മാതാവിന്റെ പാദങ്ങളിൽ നിങ്ങൾ നമസ്കരിക്കുമ്പോൾ കിട്ടുന്നു. മനസ്സിലായോ? ഒന്നും കൂടി പറയട്ടെ. ഭൂപ്രദക്ഷിണ ശക്യേന 6 പ്രാവശ്യം ഭൂമി മുഴുവനും വലം വെച്ച് വന്നാലുള്ള ഫലവും, കാശീയാത്രായുധേന 1000 പ്രാവശ്യം കാശിയിൽ പോയിട്ട് വന്നാലുള്ള ഫലവും, സേതു സ്നാന ശതൈർയച്ഛ പുണ്യസാഗരമായ സേതു സാഗരത്തിൽ 100 പ്രാവശ്യം കുളിച്ചിട്ട് വന്നാലുള്ള ഫലവും, തദ്ഫലം മാതൃവന്ദനെ. 1 പ്രാവശ്യം പ്രസവിച്ച മാതാവിന്റെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ കിട്ടുന്നു.
മക്കളെല്ലാം ഇത് കേൾക്കണം. ഇതാര് പറഞ്ഞത്? ഇത് പറഞ്ഞത് വ്യാസ ഭഗവാനാണ്. ഭാഗവതത്തിൽ 17ാമത്തെ അവതാരമാണ് വ്യാസ ഭഗവാൻ. വീണ്ടും വ്യാസൻ പറയുന്നു, സന്യാസ്ത്യാഖില കർമാപി പിതൃവന്ദ്യോ ഹിമസ്കരി സർവവന്ദേന യതിനാ പ്രസൂർവന്ദ്യ പ്രയത്നതഃ. സന്യാസിയായ മകന്റെ പാദങ്ങളിൽ സ്വന്തം പിതാവ് നമസ്കരിക്കണമെന്നും, മകൻ സന്യാസിയാണെങ്കിൽ കൂടി പ്രസവിച്ച മാതാവിന്റെ പാദങ്ങളിൽ നമസ്കരിക്കണമെന്നും വ്യാസൻ പറയുന്നു. അതന്ത്രിത കുരുക്ഷിപ്രം മാതാപിത്രോഹി പൂജനം അത പരമഹം ധർമ്മം നാന്യം പശ്യാമി കഞ്ചനം. മാതാപിതാക്കളെ പൂജിക്കുന്നതിൽ കൂടുതൽ ഈശ്വര പൂജയില്ല എന്ന് ഭഗവാൻ പറയുന്നു. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതാണ് മാതാപിതാക്കളെ നിങ്ങൾ പൂജിക്കുന്നത്. ആരാണ് ശരിക്കും മാതാപിതാക്കള്? മാതാപിതാക്കൾക്ക് നിങ്ങൾ മരുന്ന് കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, അവരെ കുളിപ്പിക്കണം. ഇതൊക്കെ ചെയ്യുന്നതിന്റെ പേരാണ് ഈശ്വര പൂജ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കണം. വയസ്സായി വശം കെട്ട അമ്മയെ അച്ഛനെയുമേ കഴിവാർന്നും നോക്കിടാത്തോൻ അറിയൂ നീചനാണവൻ. ഹര ഹര മഹാദേവ പത്മനാഭ. അപ്പോൾ നിങ്ങൾ എല്ലാവരും മാതാപിതാക്കളെ പൂജിക്കുമ്പോൾ നിങ്ങൾ ഏത് ഈശ്വരനെയാണോ പൂജിക്കുന്നത് ആ ഈശ്വരൻ നിങ്ങൾ അടുത്തെത്തും. ഒരു ചെറിയ കഥ, സംഭവ കഥ കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ആന്ധ്രാപ്രദേശിലെ ഒരു ഗ്രാമത്തില് ഒരു ബ്രാഹ്മണ ബാലനുണ്ടായിരുന്നു. അവൻ തൻ്റെ വൃദ്ധരായ മാതാപിതാക്കളെ കുളിപ്പിച്ച് വസ്ത്രം ഉടുപ്പിച്ചു കൊണ്ടിരുന്ന സമയത്ത് വാതിൽക്കൽ ഒരു മുട്ട് കേട്ടു. വൃദ്ധരായ മാതാപിതാക്കളെ കുളിപ്പിച്ച് വസ്ത്രം ഉടുപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വാതിൽക്കൽ ഒരു കൊട്ടു കേട്ടു. അദ്ദേഹം ചെന്ന് വാതിൽ തുറന്നു. സാക്ഷാൽ അദ്ദേഹം പൂജിക്കുന്ന മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ഭഗവാനെ, മഹാവിഷ്ണുവേ, അങ്ങ് എന്തിനാണ് വന്നത് എന്റെ വീട്ടില്? അയ്യോ, ഞാൻ ഇതിന് അർഹനാണോ? ഹേ ബ്രാഹ്മണ ബാല, നിന്റെ വൃദ്ധരായ മാതാപിതാക്കളെ നീ സംരക്ഷിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കുക സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിനക്ക് ദർശനം തരാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. ഭഗവാനെ, വളരെ സന്തോഷം വന്നതില്. പക്ഷെ അങ്ങ് ഒരു അരമണിക്കൂർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം എന്റെ മാതാപിതാക്കളെ കുളിപ്പിച്ച് അവർക്ക് വസ്ത്രം ഉടുപ്പിച്ചതേ ഉള്ളൂ. അവർക്ക് ആഹാരം കൊടുക്കാൻ സമയമായി. ഇതാണ് ആഹാരം കൊടുക്കേണ്ട സമയം. എനിക്ക് ഒരു അരമണിക്കൂർ എടുക്കും അവർക്ക് വായില് ഉരുട്ടി വെച്ച് ആഹാരം കൊടുക്കാൻ. അങ്ങ് വെയിറ്റ് ചെയ്യണം. മഹാവിഷ്ണു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു. തന്റെ ഭക്തന്റെ എന്റെ ശരീരം പെരുക്കുകയാണ് ഞാനിത് പറയുമ്പോൾ. അരമണിക്കൂർ ഈ മഹാവിഷ്ണു വിശ്വരൂപം കാണിച്ചു കൊടുത്ത ആളാണ് അർജുനന്. ആ മഹാവിഷ്ണു അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്തു. തിരിച്ചു വന്നപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, എനിക്ക് നിനക്കൊരു വരം തരണം. വരം നീ അത് സ്വീകരിക്കണം. ഇല്ലെന്നെ എനിക്ക് ഫലമൊന്നും വേണ്ട. അങ്ങ് എന്റെ വീട്ടിൽ വന്നത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എനിക്ക് വേറൊന്നും വേണ്ട. നിനക്ക് വരം വേണം. അപ്പോൾ എങ്കിലും ഒരു കാര്യം ചെയ്യണം. ഒരു കല്ലെടുത്ത് നീക്കിയിട്ടിട്ട് ഒരിച്ചിട്ട് പറഞ്ഞു, ഭഗവാൻ ഇവിടെ നിൽക്കണം. ഇവിടെ നിന്ന് എല്ലാവർക്കും ദർശനം കൊടുക്കണം. ഇനി അങ്ങനെ ഭഗവാൻ ആ കല്ലിന്റെ മുകളിൽ നിന്ന് നിൽക്കുന്നതാണ് ആന്ധ്രാപ്രദേശിലെ പുണ്ടരീകാക്ഷ ക്ഷേത്രം.
അപ്പോൾ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന സ്ഥലത്ത് ഈശ്വരൻ വന്ന് നിങ്ങൾക്ക് ദർശനം തരുമെന്ന് ഇതാ ഞാൻ അടിയുറച്ച് ഇവിടെ പറയുകയാണ്. ഈശ്വരന്റെ എഴുത്താണിത്, ഈശ്വരന്റെ സത്യപ്രതിജ്ഞയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും മാതാപിതാക്കളെ സംരക്ഷിക്കുമ്പോൾ നിങ്ങളെ കാലഭൈരവ സ്വാമിയും മഹാവിഷ്ണുവും ദേവീ ദേവന്മാരും എല്ലാവരും നിങ്ങളെ അനുഗ്രഹിക്കും. മനസ്സിലായോ? നിങ്ങള് അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലണം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവിടെ ചെന്ന് മാപ്പ് പറയണം. ഇന്ന് ഇല്ലെങ്കിൽ അവർക്ക് ആ ആത്മാവ് മരിക്കില്ല എന്ന് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ അമ്മയെ സ്മരിച്ച് അച്ഛനെ സ്മരിച്ച് നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ മാപ്പിരക്കണം. പറ്റുമോ? പറ്റണം. സമയമായി പൂജയ്ക്ക്. എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരുന്നു. ആദ്യം കുറച്ച് മൂഡ് ഔട്ടായിരുന്നു, ഇപ്പം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ഷിബു നാരായണ ജ്യോത്സ്യരാണ് എനിക്ക് നേരത്തെ പൊന്നാടി കിട്ടുന്നത്. വലിയ പണ്ഡിതനാണ്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ അദ്ദേഹത്തിന്? വലിയ ശാസ്ത്രം. 3500-ൽ പരം ക്ഷേത്രങ്ങളില് ദേവപ്രശ്നം നടത്തി കവടിയാർ കൊട്ടാരത്തിലെ തിരുവിതാംകൂർ കവടിയാർ കൊട്ടാരത്തിലേക്ക് ജ്യോത്സ്യനാണ് അദ്ദേഹമാണ് എനിക്ക് പൊന്നാട ചാർത്തി തന്നത്. അദ്ദേഹത്തിനും ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റാണ്. രക്ഷാധികാരിക്കും സെക്രട്ടറിക്കും ഖജാൻജിക്കും എക്സിക്യൂട്ടീവ്സിനും അവരെല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ കുളിർമ കൃതജ്ഞതയായി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അജിത് ചേങ്കോട്ട് കോണം ടോക്സ് എന്നാണ് ആ യൂട്യൂബ് ചാനലിന്റെ പേര്. നിങ്ങൾക്ക് കൂടുതൽ ജ്ഞാനങ്ങള് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തിട്ട് അജിത് ചേങ്കോട്ട് കോണം ടോക്സ് എന്ന് അടിച്ചാൽ അത് കിട്ടും. പുതിയ ജ്ഞാനങ്ങള് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടോണം. എല്ലാ ആഴ്ചയും ഞങ്ങൾ ഇടാറുണ്ട്. എല്ലാം കേൾക്കണം. എല്ലാവരും ഇവർ ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അജിത് ചെങ്കോട്ട് കോണത്തിന്റെ പ്രണാമം.